നമ്മൾ എന്നും കഴിക്കുന്ന ചോറ് ഉപയോഗിച്ചുകൊണ്ട് വൈകിട്ട് ചായക്ക് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല പഞ്ഞി പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വയലിട്ട് അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റ് റെസിപ്പി കൂടിയാട്ടോ ഇന്നത്തേത്. അപ്പൊ ദാ അതിനായിട്ട് 2 കപ്പ് കുത്തിരി ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം ട്ടോ. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കിയെടുക്കാം. അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ഇനി ഒരു പാനിലേക്ക് ഗ്രേറ്റ് ചെയ്ത 1/2 കപ്പ് ശർക്കരയും അതേപോലെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ദാ ഇതേപോലെ ഒന്നും കൂടെ അലിയിച്ചെടുക്കാവേ. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചോറും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം അരിപ്പൊടിയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 3 ടീസ്പൂൺ നെയ്യ് ദാ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ട്ടോ. ഒരുമിച്ച് ആദ്യമേ ചേർക്കണ്ട. നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ പാനിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വരുന്നവരെ ശരിക്കും ഒന്നുകൂടെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. നല്ല കട്ടിയായിട്ട് കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവാകുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാവേ. ദാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ട്ടോ. അതേപോലെ തന്നെ എള്ളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. നെയ്യ് പറ്റിയ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുത്ത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലും കൂടി വെച്ചതിന് ശേഷം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തന്നെയാണ്. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കാം ട്ടോ.